ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിൽ വളരെയധികം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചൂട് കുറഞ്ഞിരുന്നാൽ രാത്രിയിൽ സുഖമായി ഉറങ്ങാം എന്ന് വിചാരിക്കാത്തവരായി നമ്മളിൽ ആരും തന്നെ ഇല്ല. എപ്പോഴും ഒരു എയർ കണ്ടീഷണർ വാങ്ങി വെക്കുക എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ച് സാധിക്കുന്ന ഒരു കാര്യമല്ല. പണമുണ്ടെങ്കിലും ചിലപ്പോൾ അതിന് പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നും ഇല്ല. അങ്ങനെയുള്ളവർക്കായി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റാണ് എയർ കൂളർ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി ഈ പ്രൊഡക്റ്റിൻ്റെ പല വേർഷനുകൾ ഉപയോഗിക്കുമ്പോഴും കേരളത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇത് വിറ്റുപോയിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലമായി കേരളത്തിൽ കമ്പനികളുടെ ഗ്രാഫ് പൊതുവെ കൂടി വരികയാണ്. ഈ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് കാസ്റ്റർ കമ്പനിയുടെ ഒരു എയർ കൂളറാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മുൻഭാഗമാണ് കാണുന്നത്. ഏറ്റവും മുമ്പിലായിട്ട് നമുക്ക് 2 വിൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വെർട്ടിക്കലായിട്ടും കാണാൻ പറ്റുന്നുണ്ട്, ഹൊറിസോണ്ടലായിട്ടും കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇതിൽ നമ്മൾ ഹൊറിസോണ്ടലായിട്ടുള്ള വിങ്സ് ആണെങ്കിൽ നമുക്ക് മാനുവലി ഇത് അഡ്ജസ്റ്റബിളാണ്. അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എയറിൻ്റെ ഫ്ലോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. ഇതിന് മുകളിലായിട്ട് നമ്മൾ കാണുന്നത് സ്വിച്ചാണ്. ഇത് സ്പീഡിൻ്റെ സ്വിച്ച്, ഓഫ് പൊസിഷൻ, ഹൈ പൊസിഷൻ, മീഡിയം, ലോയർ. നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് ഹൈയിലേക്കായിരിക്കും ഇതിടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മീഡിയത്തിലേക്ക്, ലോയിലേക്ക് ഇടും. ഫാൻ്റെ കാറ്റ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചാണിത്. തൊട്ടടുത്ത് തന്നെ നമ്മൾ കാണുന്നത് സിങ്, കൂള് എന്ന് പറയുന്ന ബട്ടണാണ്. ഇതിൽ ഓഫ്, സിങ്, കൂള് എന്ന് പറയുന്ന ഓപ്ഷനുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളിവിടെ സ്വിങ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ വെർട്ടിക്കലായിട്ട് കണ്ട വിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും. അപ്പം കൂടുതൽ ഏരിയയിലേക്ക് കാറ്റ് കിട്ടുന്നതിനായിട്ട് സാധിക്കും. അടുത്തത് സ്വിങ്, കൂള് എന്ന ബട്ടണിലേക്ക് നമ്മൾ ഇടുന്ന സമയത്ത് ഈ വിങ്സ് ചലിക്കുന്നതോടൊപ്പം തന്നെ ഈ കൂളറിനകത്തുള്ള വെള്ളം മുകളിലോട്ട് വന്ന് തിരികെ താഴേക്ക് ഒഴുകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതൽ തണുത്ത കാറ്റ് കിട്ടും. ഇനി കൂള് മാത്രമാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഫ്ലോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്വിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് പോകും. അപ്പോൾ നേർക്ക് മാത്രമേ നമുക്ക് കാറ്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തൊട്ട് മുകളിലായിട്ട് കാണുന്നത് ഐസ് ചേമ്പറാണ്. ഈ ഐസ് ചേമ്പർ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊരു അറയാണ്. ഈ അറയ്ക്കുള്ളിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നതിനും ഐസ് ഇടുന്നതിനുമായിട്ടുള്ള ഒരു പോർഷനാണ്. ഇവിടെ നിങ്ങൾക്ക് ഹോളുകൾ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഇതുവഴി മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇത് താഴേക്ക് പോയിക്കൊള്ളും. ഐസ് ആണെങ്കിൽ നമ്മളിവിടെ ഇടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ തണുപ്പ് കിട്ടുന്നതിന് സഹായകരമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഇതിൻ്റെ വാട്ടർ ടാങ്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വാട്ടർ ടാങ്കിൽ ഇവിടെയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്കിതിന് ടയറാണ്. ഇതിന് 4 ടയറുണ്ട്. വെള്ളത്തോടു കൂടിയോ അല്ലാതെയോ നമുക്ക് ഉരുട്ടി നീക്കുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ വശങ്ങളിലായിട്ട് 2 പിടി പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് എടുത്തുകൊണ്ട് നടക്കുവാനായിട്ട് സൗകര്യമായിരിക്കും. ഇവിടെ നമുക്ക് ഓവർഫ്ലോയുടെ ഒരു ഹോള് കാണാനായിട്ട് സാധിക്കും. ടാങ്കിൻ്റെ മുകളിലായിട്ടാണ്. കൂടുതൽ വെള്ളം നമ്മളവിടെ ഒഴിക്കുകയാണെങ്കിൽ ആ വെള്ളം ഇതുവഴി പുറത്തു വരും. അതുകൊണ്ട് ഇതുവഴി പുറത്ത് വരുന്ന ഒരു അവസരം വരെ നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് നിൽക്കരുത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് വശത്തേക്ക് പോകാം. ബാക്ക് വശമാണ് നമ്മൾ ഈ കാണുന്നത്. ബാക്കിൽ ഒരു സ്റ്റിക്കറുണ്ട്. അപ്പോൾ ഇത് പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് 20 ലിറ്ററാണ് ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇത് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ വാട്ടേജ് എന്ന് പറയുന്നത് 160 വാട്ടായിരിക്കും ഇത് ഫുൾ സ്വിങ്ങിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിക്കപ്പെടുന്നത്. പുറകിലായി നമ്മൾ കാണുന്നതാണ് മോസ്കിറ്റോ നെറ്റ്. ഇതിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് കൊതുകൊക്കെ കയറി മുട്ടയിടാതിരിക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനമാണ്. നമ്മൾ ഈ മോസ്കിറ്റോ നെറ്റ് പൊക്കുന്ന സമയത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പേപ്പറിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഈ മോസ്കിറ്റോ നെറ്റ് പൊക്കി കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പേപ്പറിന് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു നെറ്റ് പോലത്തെ ഒരു പ്രൊഡക്റ്റ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ തുറന്നെടുത്ത് തുറക്കുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് കാണാനായിട്ട് സാധിക്കും. ഇത് തേനീച്ചയുടെ ഒക്കെ അട പോലെ ഇരിക്കും. അപ്പോൾ ഇതിന് ഹണി കോമ്പ് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ഈ നെറ്റ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് വേണമെങ്കിൽ ഇത് ഊരിയെടുത്തിട്ട് ഇതിന് കേടുവരുത്താത്ത രീതിയിൽ കഴുകിയെടുക്കുവാനായിട്ട് സാധിക്കും.
ഇതിൻ്റെ ഉൾവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഉൾവശത്ത് 20 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയുള്ള ടാങ്ക് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പുറത്തേക്ക് കാറ്റ് തള്ളുന്ന ഫാനാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മൾ കണ്ട നെറ്റിനകത്തൂടെ കാറ്റെടുത്തിട്ട് ഈ ഫാൻ പുറത്തേക്ക് കാറ്റ് തള്ളുകയായിരിക്കും ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ വാട്ടർ ടാങ്ക്. 20 ലിറ്റർ കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. വെള്ളം പമ്പ് ചെയ്യുന്നതിന് ആവശ്യമായ മോട്ടർ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതൊരു ഹോസ് വഴി മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മുകളിലേക്ക് പോയിട്ട് ഏറ്റവും മുകളിൽ വന്നിട്ട് ഐസ് ചേമ്പറിനുള്ളിൽ കൂടി വീണ്ടും താഴേക്ക് വെള്ളം വരികയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ കേബിളുകളൊക്കെ ഇതിനകത്തുകൂടി പോകുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഈ ഉപകരണം ഊരരുത്. കാരണം വെള്ളത്തിൻ്റെ ഒരു അംശം ഇതിലുള്ളത് കൊണ്ട് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. സാധാരണ രീതിയിൽ ഇതിന് അപകടങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ ഈ നെറ്റ് അടയ്ക്കുകയാണ്. ഇപ്പോൾ അടയ്ക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് ഹണിക്കോബ് ഊരിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വശങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പോയില്ലെങ്കിൽ ഇതിന് ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ടാവും. ഇനി നമ്മളിതിൽ വെള്ളം ഒഴിക്കാനായിട്ട് പോവുകയാണ്. അതിന് നമ്മൾ ഐസ് ചേമ്പറിനകത്തൂടെ ആയിരിക്കും വെള്ളം ഒഴിക്കുന്നത്. ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ തൊട്ടടുത്തുള്ള ഹോളിൽ കൂടി ഈ വെള്ളം അകത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ഹണിക്കോബിൽ കൂടി താഴെ കൂടുന്നു വീണുകൊള്ളും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഈ കൂളർ പ്ലഗ് ഇൻ ചെയ്യരുത്. എപ്പോഴും കറണ്ടുമായിട്ടുള്ള ബന്ധം പിടിവിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. ഇതിൻ്റെ ബാക്ക് പോർഷനാണ് നമ്മൾ കാണുന്നത്, ആ നെറ്റിൻ്റെ പോർഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇത് നനഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഒഴിച്ച വെള്ളം ഇതിൽ കൂടി ഊറിയാണ് താഴേക്ക് പോയിരിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ഏകദേശം 10 ലിറ്ററോളം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വാട്ടർ ലെവൽ കാണിക്കുന്ന പോർഷനിലേക്ക് വന്നു. ഇവിടെ പകുതിക്ക് കൂടുതലായിട്ടാണ് 10 ലിറ്റർ ഒഴിക്കുമ്പോൾ കാണിക്കുന്നത്. ഇത് മൊത്തം ഏകദേശം 18 ലിറ്റർ ഒഴിക്കുമ്പോൾ തന്നെ ഇത് ഫുൾ ആയതായിട്ട് കാണിക്കുക. അതിൽ കൂടുതൽ 20 ലിറ്ററിൻ്റെ ടാങ്കാണ്. അതിൽ കൂടുതൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട. കാരണം കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത് ഓവർഫ്ലോ വഴി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, തീർത്തും വെള്ളം കുറഞ്ഞൊരു അവസ്ഥയിൽ ഈ പ്രൊഡക്റ്റിൻ്റെ കൂൾ ബട്ടൺ ഇട്ടിട്ട് ഉപയോഗിക്കരുത്. കാരണം നമ്മൾ അകത്ത് കണ്ടിരുന്ന മോട്ടർ ഏകദേശം ഈ പോർഷൻ വരെ ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു പകുതിയോളമെങ്കിലും വെള്ളം ഒഴിച്ചിട്ട് ഇത് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതിൻ്റെ AC കോഡാണ്. AC കോഡ് നമുക്ക് ഏത് പ്ലഗ് വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്കിത് പ്ലഗ് ഇൻ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്തു. ഇപ്പോൾ ഞാനിതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാം. ഇത് ഹൈ എന്ന് പറയുന്ന പൊസിഷനിലേക്കായിരിക്കും നമ്മൾ ആദ്യം ഓൺ ചെയ്യുമ്പോൾ. പിന്നീട് നമുക്കിത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് മീഡിയം ലോ ഉപയോഗിക്കാൻ പറ്റും. ഞാനിത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുവാൻ സാധിച്ചു എന്നിരിക്കില്ല. നല്ല ശബ്ദമായിരിക്കും. കാറ്റ് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവും. നമുക്കിത് കുറയ്ക്കാം. അല്പം സ്പീഡ് കുറയ്ക്കാം, വീണ്ടും സ്പീഡ് കുറയ്ക്കാം. തൊട്ടടുത്ത് തന്നെയുള്ള സ്വിങ് കൂള എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ സ്വിങ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെയുള്ള വെർട്ടിക്കലായിട്ടുള്ള വിങ്സുകൾ ഇരുവശത്തേക്കുമായിട്ട് പാസ് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് കൂടുതൽ വശങ്ങളിലേക്ക് കാറ്റ് കിട്ടുന്നതിനായിട്ട് സഹായകരമായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഹൈ സ്വിച്ച് ഓൺ ചെയ്യും. അതിനുശേഷം കൂള് എന്ന ഓപ്ഷനിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും, ഇവിടെ പമ്പ് ചെയ്യുന്ന വെള്ളം അപ്പുറത്തെ ഹോൾ വഴി അകത്തേക്ക് പോയിക്കൊള്ളൂ. ഇപ്പം നമ്മൾ കൂള് എന്നുള്ള ഓപ്ഷനിൽ മാത്രം ഇട്ടാലും വെള്ളം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കിത് കൂടുതൽ തണുപ്പ് കിട്ടുന്നതിനായിട്ട് കുറച്ച് ഐസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഐസ് ചേമ്പറിൽ കുറേ ഐസ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം സ്വിങ് കൂൾ എന്ന ബട്ടണിലേക്ക് ഇടുകയാണ്.
അപ്പോൾ ഈ ഐസ് കൂടി അലിഞ്ഞ് ചേരുന്നത് കൊണ്ട് നമുക്ക് വെള്ളത്തിന് നല്ല തണുപ്പുണ്ടാവും. അപ്പം എയറിനും അതനുസരിച്ച് നമുക്കൊരു കൂടുതലായിട്ടുള്ള ഒരു കൂളിങ് ലഭിക്കും. ഇതിപ്പോൾ ഏകദേശം ഒരു 110ഓളം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു മുറിയാണ്. അപ്പോൾ ഇത് എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്യുന്നതിനായിട്ട് എയർ ടൈറ്റായിട്ടുള്ള റൂമാണ്. ഈ റൂമിനകത്ത് നമ്മൾ ഇത്തരം ഒരു സിസ്റ്റം വെച്ച് കുറേ സമയം പ്രവർത്തിപ്പിച്ച് കഴിയുമ്പോൾ ഏതാണ്ട് 5 ഡിഗ്രി വരെയാണ് ഈ റൂം ടെമ്പറേച്ചർ നമുക്ക് താഴുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് അടുത്തേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു 2-3 ഡിഗ്രിയുടെ ചൂട് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ കുറച്ച് കൂടുതൽ ഐസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ തണുപ്പ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. നമ്മൾ അടച്ചിട്ട ഒരു മുറിയിലായിരുന്നു നമ്മൾ ഇതിൻ്റെ റിവ്യൂ എടുത്തിരുന്നത്. എന്നാൽ ബഹുഭൂരിപക്ഷം കമ്പനികളും അവരുടെ മാനുവലിൽ പറയുന്നത് തുറന്നിട്ട ജനാലയ്ക്ക് അടുത്തായിട്ട് ഈ സിസ്റ്റം വെക്കാനായിട്ടാണ് പറയുന്നത്. കൂടുതൽ ഫ്രഷായിട്ടുള്ള എയർ നമുക്ക് ലഭിക്കുന്നതിന് സഹായകരമായിരിക്കും. അതുപോലെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വെക്കുന്ന പൊസിഷൻ നമ്മുടെ ഫിറ്റിയോട് ഒത്തിരി ചേർത്ത് വെക്കരുത്. കാരണം അങ്ങനെ നമുക്ക് വെക്കുകയാണെങ്കിൽ എയർ പുറയിൽ കൂടി വലിച്ചെടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കാറ്റ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്തൂടെ നമുക്ക് തള്ളിത്തരാനായിട്ട്. അപ്പം കുറച്ച് സ്പേസ് എപ്പോഴും ഫിറ്റിയിൽ നിന്ന് അകത്തിടുന്നത് ഇതിൻ്റെ എയർ ഫ്ലോ നല്ലതായിട്ട് നമുക്ക് കിട്ടുന്നതിനായിട്ട് സഹായിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ പ്രൊഡക്റ്റ് ഞാൻ 1.5 വർഷം മുൻപേ വാങ്ങിയിരുന്നതാണെന്ന്. അന്നിത് വാങ്ങാൻ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇതിന് കേരളത്തിൽ സൈറ്റ് സർവീസോടുകൂടി ഒരു വാറണ്ടി ഉണ്ടായിരുന്നു. എനിക്ക് വാറണ്ടിയോ ഒന്നും ആവശ്യം വന്നില്ല, കംപ്ലൈൻറ്റും ആയതില്ല. 1 ഇയർ ആയിരുന്നു ഇതിന് വാറണ്ടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഇത് വിൽക്കുന്നുമുണ്ട്. അപ്പം പൊതുവേ വാങ്ങുന്ന ആളുകൾ നമ്മളോട് നല്ല അഭിപ്രായം തന്നെയാണ് ഇതിന് വന്ന് പറയുന്നത്. നിങ്ങളും നല്ലൊരു കൂളർ വാങ്ങി വെച്ചിട്ട് തീർച്ചയായും ഈ ചൂട് കുറച്ച് കിടന്നുറങ്ങുന്നതിനായിട്ട് ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത്തരം പ്രൊഡക്റ്റുകളുടെ വീഡിയോകൾക്കായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. താങ്ക് യു വെരി മച്ച്.